ടെറസിൽ ഒന്ന് രണ്ട് നാരങ്ങയുടെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലിങ്ങനെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടിട്ടതിൻ്റെ കൂട്ടത്തിൽ ഒരു കുമ്പളങ്ങയുടെ തൈ തന്നെത്താനെ മുളച്ചു വന്നു. അതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നു വന്നത്. പിന്നെ പറിച്ചു കളയാൻ തോന്നിയില്ല. അതിനാവശ്യമുള്ള വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. ഈ കുമ്പളങ്ങയൊക്കെ തന്നെ വളർന്നു വരുന്നതിന് നല്ല റെസിസ്റ്റൻസ് പവർ ഉണ്ടാവും. ഭൂമിയിലാണെങ്കിൽ പറയുകയും വേണ്ട. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഈ കാണുന്നത് അബിയു ഫ്രൂട്ടിൻ്റെ തൈയാണ്. കുരുമുളപ്പിച്ചുണ്ടാക്കിയ തൈയാണ് കേട്ടോ. അബിയുവിൻ്റെ ഒരു തൈക്ക് 300 രൂപ മുതൽ 400 രൂപ വരെ വില വരും. ഒരു തൈ നടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ചെടി ഏതാണെന്ന് ചോദിച്ചാൽ തക്കാളി വഴുതനങ്ങയുടെ തൈയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ആ ചെടി കാണുന്നതും ആ പേര് കേൾക്കുന്നതും. ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. 3 തൈ കിട്ടി, 3ഉം പിടിച്ചിട്ടുണ്ട്. ഇനി അതിൽ കായായി വരുമ്പോൾ എങ്ങനെയാണ്, അത് തക്കാളിയുടെ ഷേപ്പ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പിന്നീട് വീഡിയോ ഇടാം. നോർമൽ വഴുതനങ്ങ ചെടിയുടെ ഇലയിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് തക്കാളി വഴുതനങ്ങയുടെ ഇലയ്ക്ക്. ഇതിപ്പോൾ 2 വഴുതനങ്ങ ഉണ്ട് ഈ പോട്ടിൽ. ഒന്ന് നോർമൽ, ഒന്ന് തക്കാളി വഴുതനങ്ങ. ആ ഇലയുടെ ഡിഫറൻസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ തിരുനനയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന തക്കാളിയാണ്. അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്. ആ തക്കാളിനെ നമ്മളൊന്ന് ചരിച്ച് മണ്ണിലേക്ക് കയറ്റി വെക്കുകയാണ്. കർഷകർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളും പലരുടെയും വീഡിയോ കണ്ട് അതിൽ നിന്ന് അഡ്മയർ ചെയ്ത് നല്ല നല്ല ടിപ്സൊക്കെ നമ്മളും എടുക്കാറുണ്ട്. അങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇതുപോലെ തക്കാളി ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നു. നമ്മളും പരീക്ഷിച്ച് നോക്കുകയാണേ. ചില പരീക്ഷണങ്ങൾ അങ്ങനെ വിജയിക്കാറുമുണ്ട്. വെർമി കമ്പോസ്റ്റ് ഒരുപാട് ഇട്ടിട്ടാണ് നമ്മൾ ഇത്തവണ തിരുനന സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ നല്ല സന്തോഷമാണ്. അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്